മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിച്ച, നാം എല്ലാവരും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കൊടും ക്രൂരതയുടെ നേർചിത്രമായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കുരുതി. 6 പേരെ വെട്ടിക്കൊന്നതായി അഫാൻ എന്ന ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത് വേദനയോടെയും അതിലേറെ രോഷത്തോടെയുമാണ് മലയാളി കണ്ടതും കേട്ടതും. 2025 അവസാനിക്കുമ്പോൾ വെഞ്ഞാറമൂട്ടിലെ ഈ നിഷ്ഠൂര കൊലയുടെ ഇരകൾ ഇന്നും തീരാവേദനയാണ്. സ്വന്തം അമ്മയെ കഴുത്തുഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുക, അത് പരാജയപ്പെടുമ്പോൾ ചുറ്റിക വാങ്ങി വന്ന് തലയ്ക്കടിച്ചു കൊല്ലുക, ജീവന്റെ ജീവനായ സ്വന്തം അനിയനെയും എല്ലാം മറന്നു സ്നേഹിച്ച കാമുകിയെയും അടുത്ത ബന്ധുക്കളെയും നശിപ്പിക്കുക. ക്രൂരവൈകൃതങ്ങളുടെ കേരളം ഒരിക്കലും ഓർമ്മിക്കാൻ പോലും ആഗ്രഹിക്കാത്ത വെഞ്ഞാറമൂട് കൂട്ടക്കൊല. 2025 ഫെബ്രുവരി 25-നായിരുന്നു കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അഫാൻ എന്ന ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തെ ഒന്നാകെ ഇല്ലായ്മ ചെയ്യാൻ 6 പേരെ കൊന്നു തള്ളിയത്. 1, 2, 3 6 പേരെ ഒരു കരുണയുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ, തെല്ലൊന്നും ഭയം പോലുമില്ലാതെയാണ് നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. നാട്ടിൽ ആഭ്യന്തര ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉണ്ടെന്ന് നാഴികയ്ക്ക് 40 വട്ടം വീമ്പിളക്കുന്ന പോലീസ് ഈ നടുക്കുന്ന ക്രൂരതകളൊന്നും അറിഞ്ഞതേയില്ല. ഒരൊറ്റ ദിവസം വിവിധ സമയങ്ങളിലായി നടന്ന അരുംകൊലകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും മുൻകൂട്ടി പോലീസിന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതെങ്കിലും തടയാൻ കഴിഞ്ഞിരുന്നേനെ. പോലീസ് സ്റ്റേഷനിലെത്തിയ അഫാൻ താൻ ഒരു കുടുംബത്തിലെ 6 പേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് വിവരം പോലീസ് സംഘം പോലും അക്ഷരാർത്ഥത്തിൽ അറിയുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷനിലെ പോലീസുകാർ അഫാൻ പറയുന്നത് കേട്ട് അന്തം വിട്ടുപോയി. പ്രതിയുടെ സുപ്രധാന മൊഴിക്ക് പിന്നാലെ വീടുകളിൽ പോലീസ് സംഘം വേഗത്തിൽ തിരച്ചിൽ നടത്തി. ഒന്നിനു പുറകെ ഒന്നൊന്നായി 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇവിടങ്ങളിൽ കണ്ടതാകട്ടെ സിനിമാ രംഗങ്ങളെ പോലും വെല്ലുന്ന തരത്തിലുള്ള പൈശാചിക ക്രൂരകൃത്യമെന്നതും നടുക്കുന്ന കൊലയുടെ ആഴവും തീവ്രതയും വർദ്ധിപ്പിക്കുന്നു. 3 വീടുകളിലായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന 6 പേർ. അതിൽ ഒരാളെ രക്ഷിക്കാനായെങ്കിലും മറ്റുള്ള 5 പേരും മരണത്തിന് കീഴടങ്ങി. ആദ്യം അടിയേറ്റെങ്കിലും അവസാനം വരെ മരണത്തോട് പൊരുതി നിന്ന അമ്മ ഷമീനയെ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അഫാന്റെ പിതാവിൻ്റെ അമ്മ സൽമ ബീവി, പിതാവിൻ്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ അയാൾ കൊലക്കത്തിക്കിരയാക്കി. എങ്കിലും പക തീർന്നില്ല. ആ ടാർഗറ്റ് പൂർത്തീകരിക്കാൻ കാമുകി ഫർസാന, സഹോദരൻ അഫ്സാൻ, ഉമ്മ ഷമീന എന്നിവരെയും അഫാൻ നോക്കി വച്ചിരുന്നു. കടബാധ്യത രൂക്ഷമായപ്പോൾ സഹായം നൽകാതിരുന്ന ബന്ധുക്കളോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നു. ഗൾഫിൽ കേസിൽപ്പെട്ട് നാട്ടിലേക്ക് വരാൻ പിതാവിന് കഴിയാത്ത സ്ഥിതിയായതോടെ കടബാധ്യതകൾ തീർക്കാനുള്ള ഉത്തരവാദിത്തം അഫാൻ്റേത് മാത്രമായി. പിന്നീട് കടബാധ്യത കൂടിയതോടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി പോലുമായി. കടം നൽകിയവർ വീട്ടിൽ ചെന്ന് ശല്യം ചെയ്തത് നാണക്കേടുണ്ടാക്കി. പിന്നാലെയാണ് കുടുംബവുമായി ഒന്നിച്ച് ജീവനൊടുക്കാൻ അഫാൻ തീരുമാനിച്ചത്. കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാതിരുന്നവരെ കൊലപ്പെടുത്താൻ അഫാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച നിരവധി പേജുകളുള്ള കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. പിതാവിൻ്റെ മാതാവ് സൽമ ബീവിയോട് വിവിധ സമയങ്ങളിൽ പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല. പണയം വയ്ക്കാൻ സ്വർണം ചോദിച്ചിട്ടും നൽകാതിരുന്നതും വൈരാഗ്യത്തിന് കാരണമായി. സ്വത്ത് നൽകാതിരുന്നതാണ് ലത്തീഫിനോടും ഭാര്യയോടുമുള്ള ദേഷ്യം. ഒറ്റപ്പെട്ടു പോകാതിരിക്കാനാണ് കാമുകിയെയും അനിയനെയും കൊന്നതും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും. ആസൂത്രിതമായ ആക്രമണം നടത്താൻ അഫാൻ മുൻകൂട്ടി തിരക്കഥ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് ശേഷം ജീവനൊടുക്കാൻ ശ്രമിച്ച പ്രതി എലിവിഷം കഴിച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. ശാരീരികാസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അഫാന്റെ കഥ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. തടവുകാരനായി തുടരുന്നതിനിടെ വീണ്ടും 2025 ജൂൺ 25-ന് പൂജപ്പുര സെൻട്രൽ ജയിലിലെ UTB ബ്ലോക്കിലെ ശുചിമുറിയിലും ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഉണക്കാനിട്ടിരുന്ന ഉടുമുണ്ട് ഉപയോഗിച്ചാണ് തൂങ്ങുന്നത്. ഡ്യൂട്ടി ഉദ്യോഗസ്ഥർ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അഫാൻ ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ നൽകുകയും ചെയ്തു. അങ്ങനെ അയാൾ പൂജപ്പുര ജയിലിൽ വിചാരണ തടവുകാരനായി തുടരുകയാണ്. നൊന്തുപെറ്റ അമ്മയോടും കുടപ്പുറപ്പായ അനുജനോടും ജീവന്റെ ജീവനായി സ്നേഹിച്ചിരുന്ന കാമുകിയോടും മറ്റു കുടുംബാംഗങ്ങളോടും അഫാൻ കാണിച്ച ക്രൂരതയ്ക്ക് മാപ്പില്ല. എണ്ണിയാലൊടുങ്ങാത്ത പകയും വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന അഫാൻ കൊടും ക്രിമിനൽ തന്നെ. സമാധാന അന്തരീക്ഷം തകർക്കുന്ന കൊടും കുറ്റവാളികൾക്ക് കേരളം അർഹിക്കുന്ന ശിക്ഷ തന്നെ പോലീസും നമ്മുടെ നിയമ സംവിധാനങ്ങളും ചേർന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.